الحمد لله الذي أكرمنا بالإسلام وأعزنا به قوة وإيمانا. بسم الله الرحمن الرحيم. وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم ഇന്നഹു അസീസുൻ ഹകീം. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ മുസ്ലിം ഉമ്മത്ത് അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. നമുക്കിടയിലെ ഭിന്നത അത് നമ്മെ വല്ലാതെ മാനസികമായി തളർത്തുന്നുണ്ട്, വല്ലാതെ സാമുദായികമായി പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പലതരത്തിലും ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. ഒന്നായി നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വഖഫ് പോലെയുള്ള വിഷയങ്ങൾ, അതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ നേരെയുള്ള പലതരം ഭീഷണികൾ, നമ്മുടെ ആരാധനാലയങ്ങൾ കയ്യേറാനുള്ളതായ കുൽസിത ശ്രമങ്ങൾ, മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഇസ്ലാമോഫോബിയ, മീഡിയകളുടെ അസത്യപരമായ പരാമർശങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന നീണ്ട ഒരു പട്ടിക തന്നെയുണ്ട് നമ്മൾ ഒന്നായി പ്രവർത്തിക്കേണ്ടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മുൻകാലങ്ങളിൽ ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഗൗരവം ചോർന്നു പോകാതെ തന്നെ പൊതുവിഷയങ്ങളിൽ നമ്മൾ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ ഒന്നായി പ്രവർത്തിക്കുന്ന ഒരു പൊതുരീതി നമുക്കിടയിലുണ്ടായിരുന്നു. 1985 ശബാനു ബീഗം കേസിനോടനുബന്ധിച്ച് നടന്ന ശരീഅത്ത് വിവാദം, സുപ്രീം കോടതിയുടെ പരാമർശത്തിന് വല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതിനോടനുബന്ധിച്ച് ചില രാഷ്ട്രീയ പാർട്ടികൾ ശരീഅത്ത് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തപ്പോൾ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും എല്ലാ സംഘടനകളും മറന്ന് ഒന്നായി നിന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചപ്പോൾ നമുക്ക് അനുകൂലമായി കൊണ്ട് ഗവൺമെൻറ് തീരുമാനമെടുക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഒന്നായി നിന്നു. പല ഘട്ടങ്ങളിലും അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലം നമുക്ക് കാണാനും കഴിഞ്ഞു. എന്നാൽ അതിന് സമാനമായ വഖഫ് വിഷയത്തിൽ ഒരൊന്നായ കൂട്ടായ പ്രവർത്തനം ഇന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ അന്യമായി പോയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അന്യമായി പോയെന്ന് മാത്രമല്ല, ഞങ്ങളെല്ലാം ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ ഈ രാജ്യത്തു നിന്ന് പുറത്താക്കണം എന്ന് വെല്ലുവിളിച്ച് പ്രസംഗിച്ചു നടന്നു എന്നല്ലാതെ ഇവിടെ ആ വിഷയത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഒരു കാര്യമുണ്ട്, നമ്മളെ നശിപ്പിക്കാൻ നമ്മുടെ ഇടയിൽ നിന്ന് ആളുണ്ടാകുമെന്നുള്ളത്. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിലെ 7440 നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, വ അല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം. അള്ളാഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ചതാണ്, 3 കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഒന്ന്, ഈ സമുദായത്തെ പുറത്തു നിന്നുള്ള ശത്രുക്കൾ വന്ന് ഒന്നടങ്കം നശിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അകത്തു നിന്നുള്ള ശത്രുക്കളെ കൊണ്ട് ഈ സമുദായത്തിന് നാശമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക് നമ്മളിവിടെ കൂട്ടി വായിക്കണം. നമ്മളിവിടെ പൊതുവിഷയത്തിൽ ഒന്നാകുന്നില്ല എങ്കിൽ നമ്മുടെ ഭവിഷ്യത്ത്, ഭാവി നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അപകടകരമായിരിക്കും. വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം സൂറത്തുൽ അംഫാലിന്റെ 46-ാം വചനം അല്ലാഹു പറഞ്ഞു, വ അത്തിയുല്ലാഹ വ റസൂലഹു, നിങ്ങൾ അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും വഴിപ്പെടുക. എന്നിട്ട് പറഞ്ഞ വാക്കാണ് വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്.
അങ്ങനെ ഭിന്നിച്ചാൽ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോവുകയും നിങ്ങളുടെ കാറ്റ് പോയി പോവുകയും ചെയ്യും. നമ്മുടെ ഐക്യം ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടായാൽ നമ്മുടെ വീര്യം ചോർന്നു പോകും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഐക്യപ്പെടണം, നമ്മൾ ഒന്നാകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒന്നാകുക എന്നുള്ളത് പാഴായൊരു ശ്രമം തന്നെയാണ്, അത് നടക്കൂല. കാരണം ആദർശപരമായും അനുഷ്ഠാനപരമായും രാഷ്ട്രീയപരമായും അഭിപ്രായ വ്യത്യാസങ്ങളും തുടർന്ന് ഭിന്നതകളും മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുമെന്നുള്ളത് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആൻ 11-ാം അധ്യായം സൂറത്ത് ഹൂദിൻ്റെ 118-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വലൗ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെയെല്ലാം ഒറ്റ സമുദായമാക്കുമായിരുന്നു, എല്ലാവരും ഒന്നാകുമായിരുന്നു. പക്ഷേ വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ കക്ഷികളായിക്കൊണ്ടേയിരിക്കും, ഭിന്നത ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാം മറന്ന് ഒന്നാവുക, ഒരു മാലയിലെ മുത്തുമണികൾ പോലെയാവുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം നിസാഇ അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ ഒരു പ്രത്യേക നിസ്കാരം നിർവഹിച്ചു. ഖബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ നിസ്കാരം കണ്ടപ്പോൾ അദ്ദേഹം പോയി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ലഖദ് സല്ലൈത ലൈലത സ്വലാത്തൻ മാ റഅയ്തുക സല്ലൈത നഹ്വഹ, ഈ രാത്രിയിൽ മുമ്പ് നിസ്കരിക്കാത്തതുപോലെ ഒരു നിസ്കാരം നിർവഹിക്കുന്നതായി ഞങ്ങൾ കണ്ടു, അതെന്ത് നിസ്കാരമാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇന്നഹാ സ്വലാത്തു റഗ്ബിൻ വറഹബിൻ, അത് പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ സഅൽതു റബ്ബി അസ്സ വജല്ല ഫീഹാ സലാസ ഖിസാലിൻ, 3 കാര്യങ്ങൾ ഞാൻ ആ നിസ്കാരത്തിൽ എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു. ഫഅഅതാനി ഇസ്നതൈനി വമനഅനി വാഹിദ, 2 കാര്യങ്ങൾ അള്ളാഹു എനിക്ക് അനുവദിച്ചു. 3 കാര്യങ്ങൾ ചോദിച്ചതിൽ 2 കാര്യങ്ങൾ അനുവദിച്ചു, ഒരു കാര്യം എനിക്ക് തടഞ്ഞു വെച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. സഅൽതു റബ്ബി അസ്സ വജല്ല അല്ലാ യുഹ്ലികന ബിമാ അഹ്ലക ബിഹിൽ ഉമം, മുൻകഴിഞ്ഞ സമുദായത്തെ നശിപ്പിക്കാൻ ഉണ്ടായ കാര്യങ്ങൾ, അതായത് കോലം മറിക്കുക പോലെ, കാലവിപത്തുകൾ വരിക പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് എൻ്റെ സമുദായം നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അള്ളാഹു തആല അതെനിക്ക് അനുവദിച്ചു തന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് കാലവിപത്തുകൾ കൊണ്ടോ മാറാരോഗങ്ങൾ കൊണ്ടോ കോലം മറിച്ചോ ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് നശിച്ചു പോകൂല. വസഅൽതു റബ്ബി അസ്സ വജല്ല അല്ലാ യദ്ഹറ അലൈന അദുവൻ മിൻ ഗൈരിന, ഞാൻ മുമ്പ് പറഞ്ഞ വിഷയം, നമ്മളിൽ നിന്നല്ലാത്ത പുറത്തു നിന്നുള്ള ശത്രുവിനെ കൊണ്ട് അള്ളാഹു നമ്മളെ നശിപ്പിക്കുകയില്ല, അതും അള്ളാഹു തആല നമുക്ക് വാഗ്ദാനം തന്നു. 3-ാമത് ചോദിച്ചു, വസഅൽതു റബ്ബി അല്ലാ യൽബിസന ശിയഅൻ, എൻ്റെ സമുദായം കക്ഷികളാകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഗ്രൂപ്പുകളാകാതിരിക്കാൻ വേണ്ടി. പക്ഷേ അത് അള്ളാഹു തആല തടഞ്ഞു. അത് കക്ഷികളാകുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയുന്ന ഒരു പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എൻ്റെ സമുദായം 73 വിഭാഗങ്ങളാകും. അപ്പം അതുകൊണ്ട് കക്ഷികളാകൂല എന്ന് പറയാൻ പറ്റില്ല. ആ കക്ഷികളെ മുഴുവനും പുതിയൊരു ഐക്യത്തിൻ്റെ കുപ്പായിട്ടിട്ട് ഒരു കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഇറക്കാനും കഴിയില്ല. ഇവിടെ ഭിന്നിപ്പിക്കാൻ എളുപ്പമാണ്, ആരെയും ഭിന്നിപ്പിക്കാം. ഈ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ ഒരു 5 മിനിറ്റ് പ്രഭാഷണം കൊണ്ട് ഒരു പക്ഷേ എനിക്ക് പല കക്ഷികളാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പല കക്ഷികളായവരെ ഒന്നാക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തു അംഫാലിലെ 63-ാമത്തെ വചനം ഞാൻ ഈ ഖുത്ബയുടെ ആരംഭത്തിൽ പാരായണം ചെയ്തത് അതാണ്. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കിച്ചേർത്തു, ഇണക്കമുണ്ടാക്കിയെടുത്തു.
ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങൾ നീ ചെലവാക്കിയാലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ നിനക്ക് ഇണക്കമുണ്ടാക്കാൻ കഴിയില്ല. ഭിന്നത പരിഹരിച്ച് ഒന്നാക്കാൻ അള്ളാന്റെ റസൂലിനോടാണ് പറയുന്നത്. ദുനിയാവിലെ മുഴുവൻ സാധനങ്ങൾ ചെലവാക്കിയാലും ഒന്നാക്കാൻ കഴിയില്ല. ഒന്നാക്കണമെങ്കിൽ വലാക്കിൻ അല്ലാഹ അല്ലഫ ബൈനഹും, അള്ളാഹു വേണം അവരെ ഒന്നാക്കാൻ. നമ്മൾ എത്ര വിചാരിച്ചാലും ഇവിടെ ഐക്യം, ഒരു വിശാല ഐക്യം സാധ്യമല്ല. നമ്മൾ അറിയേണ്ട കാര്യം, നമുക്ക് രോഗമുണ്ടാകുമ്പോൾ നാം പരീക്ഷണമാണ് എന്ന് പറയുന്നത് പോലെ, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണമാണെന്ന് പറയുന്നത് പോലെ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങളാണ് എന്ന് പറയുന്നത് പോലെ, നമുക്കിടയിലുള്ള ഭിന്നതകളും ഒരു പരീക്ഷണമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത്തരം ഘട്ടത്തിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ നമുക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ഭിന്നതകളിൽ അലോസരപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസി സമൂഹം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, 5 കാര്യങ്ങൾ അറിയണം. അതിൽ ഒന്നാമത്തെ കാര്യം, വിശ്വാസി ഭിന്നതയുടെ താക്കോലാകാതിരിക്കണം. ഞാൻ കാരണം ഇവിടെ ഭിന്നത ഉണ്ടാകാൻ പാടില്ല, അത് നിർബന്ധമായിരിക്കണം. നിങ്ങൾ ഓരോരുത്തരുടെയും വർത്തമാനം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയയിലെ കാലഘട്ടമല്ലേ, സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ഭിന്നത നിങ്ങളായിട്ടുണ്ടാക്കാൻ പാടില്ല. പല ആളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മുഫ്തിമാരാണ്. മുഫ്തിമാരായിരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാ? പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി അല്ലേ? ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരാളോട് ചോദിക്കാം, ആ സംശയം ദൂരീകരിക്കാം, അതനുസരിച്ച് അമൽ ചെയ്യാം. ഒരു സംശയം വെച്ചിട്ട് 10 ആളോട് 10 ചോദ്യം ചോദിക്കുന്ന ചില മുഫ്തിമാർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ആ 10 ആളും പറയുന്ന 10 മറുപടികൾ വെച്ചുകൊണ്ട് 10 ആൾക്കും വിവരമില്ല എന്ന് ഫത്വ കൊടുക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് സ്വന്തം ഫത്വ മെനഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിലേക്കാണ് എത്തിക്കുന്നത്. വിശ്വാസി ഒരിക്കലും ഭിന്നതയുടെ കാരണക്കാരനോ താക്കോലോ ആകാൻ പാടില്ല. അത് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 103-ാം വചനം അല്ലാഹു പറഞ്ഞു, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബിൽ, പാർശ്വം, അല്ലാഹുവിന്റെ കയറ് നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ പറ്റി നിങ്ങൾ ഓർത്തു നോക്ക്. അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്ത് തന്നു എന്നുള്ളതാണ്. ആ ഹിദായത്ത് കിട്ടിയപ്പോൾ നമ്മൾ എല്ലാ ശത്രുതയും മറന്നു. ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ ശത്രുക്കളായിരുന്നു, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇണക്കം തന്നു. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, പരസ്പരം സഹോദരന്മാരായി തീർന്നു. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ സഹോദരന്മാരായി തീർന്ന ആൾക്കാരാണ് നമ്മൾ. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, കത്തിക്കാളുന്ന തീയുടെ കുഴിയിലേക്ക് വീഴാൻ പാകത്തിനിരിക്കുകയായിരുന്നു നിങ്ങൾ. ഫഅൻഖദകും മിൻഹ, അതിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ സംബന്ധിച്ച് ഇറങ്ങിയതാണ്. 100 കൊല്ലം പരസ്പരം തമ്മിലടിച്ച ആൾക്കാരാണ് അവര്. 100 കൊല്ലത്തിലധികം അവർ തമ്മിലടിച്ചത് എന്തിനു വേണ്ടിയാ? നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി. അവർ തമ്മിൽ അടിച്ചില്ല എങ്കിൽ, പരസ്പരം യുദ്ധം ചെയ്തില്ല എങ്കിൽ അത് അവരുടെ അഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമായി അവർ കണ്ടിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്തിരുന്ന ആളുകളുടെ ഇടയിലേക്ക് അവരെ ഒന്നിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ. ആ ഒന്നിപ്പിക്കാൻ ഉപയോഗിച്ച മാനദണ്ഡം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെയാണ് അവരെ ഒന്നിപ്പിച്ചത്. ഇന്ന് നമ്മൾ ഒന്നായിരിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെയാണ്. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളെ ഭിന്നിപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ള പലരും. ഓരോ ഭിന്നതയ്ക്ക് പിന്നിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ എവിടെയെല്ലാം ഭിന്നത ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പല ഭിന്നതകളിലും ആദർശം വെറും ഒരു മറ മാത്രമാണ്, ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മറ മാത്രം. വിശ്വാസികളെയും ആദർശത്തെയും ഇതിൻ്റെ ഇടയിൽ ചാവേറുകളാക്കാണ് ചെയ്യുന്നത്. ഭിന്നിപ്പിച്ച്
നേതാക്കന്മാരായ ആൾക്കാരുണ്ട് പല സംഘടനയുടെയും, പലതരത്തിൽ ഭിന്നിപ്പിച്ചിട്ട് നേതാക്കന്മാരായ ആളുകളാണ് അവർ തമ്മിൽ ഒന്നിക്കും. നോമ്പുറക്കാൻ വേണ്ടി ഒരു മേശയുടെ ചുറ്റിയിരിക്കും, അവർ കെട്ടിപ്പിടിക്കും, അവർ സലാം പറയും, അവരൊരുമിച്ച് യാത്ര ചെയ്യും, അവരൊരുമിച്ച് ഒരു വേദി പങ്കിടും. പാവം അണികൾ ഇപ്പോഴും കണ്ടാ മിണ്ടൂല, സലാം പറയൂല, ഒരുമിച്ചിരിക്കൂല. ഒരു കുടുംബത്തിൽ തന്നെ സ്വന്തം സഹോദരങ്ങൾ പരസ്പരം മിണ്ടാത്തവരുണ്ട് ഭിന്നതയുടെ പേരിൽ. ഉപ്പയും മക്കളും തമ്മിൽ മിണ്ടാത്തവരുണ്ട്. കുടുംബക്കാർ തമ്മിൽ പരസ്പരം സഹകരിക്കാത്ത ആളുകളുണ്ട് ഭിന്നതയുടെ പേരിൽ. ആദർശത്തിന്റെ പേരിലല്ല ശരിക്കും അവർ തുടക്കത്തിൽ ഭിന്നിച്ചത്. ആദർശത്തെ മറയാക്കിക്കൊണ്ട് ചില പൊളിറ്റിക്സുകളുടെ പിൻബലത്തോടു കൂടിയാണ് ഭിന്നിച്ചത്. പക്ഷേ പാവം അണികൾക്ക് അതറിയില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല 6-ാം അധ്യായത്തിൽ സൂറത്തുൽ അൻആമിന്റെ 159-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഫറഖൂ ദീനഹും കാനൂ ശിയഅ. അവരുടെ ദീനിനെ ഭിന്നിപ്പിച്ച ആളുകൾ, കക്ഷികളാക്കിയ ആളുകൾ, അവർ കക്ഷികളായി. ലസ്ത മിൻഹും ഫീ ഷൈഇൻ, നിനക്കവരിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാകൂല. വ ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അതിൻ്റെ എല്ലാം തിക്തഫലം നേതാക്കന്മാർ അള്ളാഹുവിൽ നിന്ന് അനുഭവിച്ചോളൂ. നമ്മളതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ അറിയേണ്ടത് ഭിന്നതകൾക്ക് നമ്മൾ ആകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്താണ് വിശ്വാസികൾക്കിടയിലുള്ള ഭിന്നത, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നേതാക്കന്മാർ ഭിന്നതയുടെ കാരണം പറയില്ല. എന്താ ഭിന്നതയുടെ അടിസ്ഥാന കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരിക്കവേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി. അദ്ദേഹം സ്വന്തം ചോദിക്കാൻ തുടങ്ങി, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ 73 വിഭാഗമാകും ഈ സമുദായമെന്ന്. എങ്ങനെയാണ് ഈ ഉമ്മത്ത് ഭിന്നിക്കുന്നത്? അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല ഇതെങ്ങനെ ഭിന്നിക്കുമെന്ന്. കാരണം വകിതാബുഹാ വാഹിദുൻ വനബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദത്തുൻ. ഒറ്റ കിതാബ് ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ട് അംഗീകരിക്കുന്ന ആളുകൾ, ഒരു ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, പിന്നെ എങ്ങനെ ഇവർ ഭിന്നിക്കും? ഇതാണ് ചോദ്യം. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചപ്പോൾ അദ്ദേഹം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് എങ്ങനെ ഭിന്നിക്കും? ഇത് മൂന്നും ഒന്നായിരിക്കെ, കിതാബ് ഒന്ന്, നബി ഒന്ന്, ഖിബില ഒന്ന്, പിന്നെ എങ്ങനെ ഭിന്നിക്കും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി അത് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കണം. യാ അമീറൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നായക, ഇന്നാ ഉൻസില അലൈനൽ ഖുർആനു ഫഖറഅനാഹു, നമുക്ക് ഖുർആൻ ഇറങ്ങി, നമ്മളത് ഓതി, നമ്മളത് വായിച്ചു. വ അലിംനാ ഫീമാ നസല, അത് ഇറങ്ങിയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ വ ഇന്നഹു സയകൂനു ബഅദനാ അഖ്വാമുൻ, നമുക്ക് ശേഷം ചില ആളുകൾ ഇവിടെ വരും. യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ അവരോതും. വലാ യദ്റൂന ഫീമാ നസല, അത് ഇറങ്ങിയ സാഹചര്യം അവർ പഠിക്കൂല, അതിൻ്റെ സന്ദർഭം അവർ മനസ്സിലാക്കൂല. ഫയകൂനു ലഹും ഫീഹി റഅയുൻ, ഓരോരുത്തർക്കും സ്വന്തം അഭിപ്രായം ഖുർആനിലുണ്ടാകും. ഫഇദാ കാന ലഹും ഫീഹി റഅയുൻ ഇഖ്തലഫു, വിശുദ്ധ ഖുർആനിൽ സ്വന്തം അഭിപ്രായം ഒരാൾ ഉണ്ടാക്കിയാൽ അവർ ഭിന്നിക്കും. നമ്മുടെ ഭിന്നതയുടെ കാരണം അതാ, ഖുർആനിൽ സ്വന്തം അഭിപ്രായം ഉണ്ടാക്കാൻ തുടങ്ങി, അല്ലേ? ഖുർആൻ സ്വന്തമായി വ്യാഖ്യാനിക്കാൻ തുടങ്ങി, ഖുർആനിലൂടെ സ്വന്തം നിലപാടുകൾ പറയാൻ തുടങ്ങി. അവിടെ നമ്മൾ അറിയണം, അതിൻ്റെ പേരിലാണ് ഈ സമുദായം ഭിന്നിച്ചത് എങ്കിൽ സലഫുകൾ പരിശുദ്ധ ഖുർആനിലേക്ക് എങ്ങനെ മടങ്ങിയോ അതുപോലെ മടങ്ങാൻ നമുക്ക് കഴിയണം. അവർ എങ്ങനെ ഇതിൻ്റെ ആഴം മനസ്സിലാക്കിയോ അതിലേക്ക് നമ്മൾക്ക് ഇറങ്ങാൻ കഴിയണം. പക്ഷെ അത് ആരും ഒരുക്കല്ല. കാരണം അധികാരം എന്നൊരു സുഖം ഇവിടെ പല നേതാക്കന്മാരെയും ബാധിച്ചു പോയി. ആ സുഖത്തിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറല്ല. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്ത് റൂമിന്റെ 31-32 വചനങ്ങൾ അല്ലാഹു പറയുന്നു, വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നീ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെടരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, മിനല്ലദീന ഫറഖൂ ദീനഹും, അവരവരുടെ ദീനിനെ ഭിന്നിപ്പിച്ചു. വകാനൂ ശിയഅ, അവർ പല കക്ഷികളായി മാറി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, അവർ ഓരോരുത്തരും
അവരുടെ കയ്യിലുള്ള കക്ഷികളെ പറ്റി സന്തോഷിച്ചിങ്ങനെ ഇരിക്കുക, കിട്ടിയ നേതൃത്വ പദവിയും കൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അതാണ് നേതാക്കന്മാരുടെ സ്വഭാവം. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷേ ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യം അതാണ്. ഇന്ന് സമൂഹത്തിൽ കക്ഷികളായി പിറഞ്ഞ ആളുകൾ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടല്ലേ കക്ഷികളായത്? ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടല്ലേ ഖബറിനെ ആരാധിക്കാൻ തുടങ്ങിയത്? ജിന്നുകളെ ആരാധിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടല്ലേ ജിന്നുകളെ ആരാധിക്കാൻ തുടങ്ങിയത്? ഖുർആൻ കൊണ്ട് നന്നാകുന്നവരുണ്ട്, യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഇതുകൊണ്ട് നന്നായി പോകുന്നവരുണ്ട്, പഴച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, തെമ്മാടികളെ പഴച്ചു പോകുള്ളൂ എന്ന് തിരിച്ചറിയണം. മൂന്നാമത് നമ്മൾ അറിയേണ്ടത് ഭിന്നതകളിൽ അലോസരത ഉള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഭിന്നിക്കും എന്ന് കണ്ടാൽ നാം ഏത് നിലപാട് സ്വീകരിക്കണം. നമുക്കൊറ്റ നിലപാടുള്ളൂ ഭിന്നിക്കുമെന്ന് കണ്ടാൽ. അത് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും വഴിപ്പെടുക. വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കാര്യകർത്താക്കന്മാരെയും കൈകാര്യകർത്താക്കന്മാരെയും. അള്ളാഹു പറയുന്നത് അനുസരിക്കണം, റസൂല് പറഞ്ഞതനുസരിക്കണം. നേതാക്കന്മാരും ഭരണകർത്താക്കളും പറയുന്നതും നിങ്ങൾ അനുസരിക്കണം, അതിന് വഴിപ്പെടണം. പക്ഷേ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭിന്നത നിങ്ങൾക്കുണ്ടായിപ്പോയാൽ അവിടെ ഒരാളെ ഒഴിവാക്കണം, രണ്ടാളുകളെ നിങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങണം. ഫറദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം. അവിടെ പിന്നെ നേതാവ് പറയുന്നതല്ല മതം. അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേതാവ് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം. അതല്ലാത്ത ഏത് ഇമാമ് എന്തഭിപ്രായം പറഞ്ഞാലും നാം സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് തിരിച്ചറിയണം. ഇപ്പോൾ ഖുർആൻ കൊണ്ട് പ്രവാചകന്റെ വിയോഗത്തോടുകൂടെ ഒരു ഭിന്നത ഉടലെടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നായിരുന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന ഉടനെ അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജനാസയുടെ ഭൗതിക ശരീരത്തിൻ്റെ തലക്കും ഭാഗത്ത് നിന്ന് പറഞ്ഞ വർത്തമാനം, വല്ലാഹി മാ മാത്ത റസൂലുള്ള മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പുതിയ കക്ഷി പിറക്കുകയാണ് അവിടെ. റസൂലുള്ള മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കക്ഷി ഉണ്ടാകാൻ പോവുക. വാളുയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പോലും, മങ്കാല മാത്ത റസൂലുള്ള, ആരെങ്കിലും റസൂലുള്ള മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്രിബന്ന ഉനുക്കഹു, അവനെ ഞാൻ കൊന്നുകളയുമെന്നും പറഞ്ഞു. ആ ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന തുണിയൊന്ന് മാറ്റി ആ നെറ്റിത്തടത്തിലൊന്ന് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി തിബ്ത ഹയ്യം വ മയ്യിത, എൻ്റെ മാതാപിതാക്കൾ അങ്ങക്ക് പകരമാണ്. അങ്ങ് എപ്പോഴും ജീവിച്ചിരുന്നാലും മരിച്ചാലും അങ്ങ് എപ്പോഴും ശുദ്ധൻ തന്നെയാണ്. വല്ലദീ നഫ്സി ബിയദിഹി ലാ യുദീഖുകല്ലാഹുൽ മൗതൈനി അബദ, അള്ളാഹു നിങ്ങൾക്ക് രണ്ട് മരണം തരില്ല, ഒരു മരണം ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ അദ്ദേഹം അവിടെ പോയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണത്തിനായി എഴുന്നേറ്റു. എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, മൻകാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ട് എങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് ഇതാ മരിച്ചു കിടക്കുന്നു. മൻകാന യഅബുദുല്ലാഹ, ആരെങ്കിലും അള്ളാഹിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിക്കൂല. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിന്റെ 30-ാമത്തെ വചനം അദ്ദേഹം പാരായണം ചെയ്തു. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, അങ്ങ് മരിച്ചു, അവരും മരിക്കും. വീണ്ടും അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാന്റെ 144-ാം വചനം ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ വജ്ഹിക്കും, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്. ഇതിനു മുമ്പും പല റസൂലുമാർ വന്നു പോയിട്ടുണ്ട്. അദ്ദേഹം കൊല ചെയ്യപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ മടങ്ങിപ്പോകാൻ പാടില്ല, ഈ മതം വിട്ടു പോകാൻ പാടില്ല എന്ന് തുടങ്ങുന്ന ആ വചനവും ഓതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാളുറയിലേക്ക് ഇട്ടു, അവിടെ ഇരുന്നു. അതാണ് നിലപാട്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ വാദം എത്ര വലിയ വാദമാണെങ്കിലും, എനിക്ക് എത്ര വലിയ അണികളുണ്ടെങ്കിലും
ആ വാദത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറാകണം. നമ്മൾ കക്ഷികളായതിന്റെ പ്രധാനമായ കാരണം ആ വാദത്തിൽ നിന്ന് ഒറ്റ നേതാക്കന്മാരും പിന്മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ അറിയേണ്ട നാലാമത്തെ കാര്യം, നമ്മൾ ഭിന്നിച്ചാൽ സ്വീകരിക്കേണ്ട നയം. ഒന്നാമത് പറഞ്ഞത് ഭിന്നത നമ്മളിലൂടെ ഉണ്ടാകാൻ പാടില്ല. ഭിന്നതയുടെ കാരണം നമ്മൾ അറിയണം. അതേപോലെ തന്നെ ഭിന്നിച്ചു വരുമ്പോൾ നമുക്ക് സ്വീകരിക്കേണ്ട നിലപാട്. ഇനി നമ്മൾ ഭിന്നിച്ചു പോയി പല കക്ഷികളായാൽ ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സദഖതി വസ്സലാത്ത്. നിസ്കാരത്തെക്കാളും സദഖയേക്കാളും നോമ്പിനേക്കാളും പുണ്യമുള്ളൊരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കിയെടുക്കണം. പരസ്പരം ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാഹ് ഉണ്ടാക്കണം. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ കേട് വന്നത് നന്നാക്കുന്നതിനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. കേട് വന്നത് മുറിച്ച് കളയലല്ല. ഇവിടെ ചില വായാടി പ്രാസംഗികന്മാർ മുസ്ലിം സമുദായത്തെ പറ്റി പറഞ്ഞതെന്താ? കേട് വന്നത് മുറിച്ച് കളയണമെന്നല്ല, കേട് വന്നത് നന്നാക്കണം എന്നാണ്. എവിടെ കേട് വന്നോ ആ കേട് വന്നതിനെ നന്നാക്കുന്നതിനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കണ്ടുപിടിക്കണമെന്ന വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു കർക്കശ നിലപാട് സ്വീകരിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആ നിലപാട് ശക്തമായപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനും പ്രയാസമുണ്ട്. അദ്ദേഹം പറഞ്ഞു, പതുക്കെ മതി, ധൃതി കാണിക്കണ്ട, അദ്ദേഹം ഖലീഫയാണ്. ആ സമയത്ത് റോമിന്റെ ഭരണകർത്താവ് ഹിർക്കലിൽ നിന്നൊരു കത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് വന്നു. ആ കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: അലിംനാ മാ വഖഅ ബൈനകും വബൈന അലി ഇബ്നു അബീ ത്വാലിബ് ഇന്നാ ലനറാ അന്നകും അഹഖു മിൻഹു ബിൽ ഖിലാഫ. നിങ്ങളുടെയും അലിയുടെയും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. സത്യത്തിൽ അധികാരം കിട്ടേണ്ടത് നിങ്ങൾക്കാണ്, മുആവിയ, നിങ്ങൾക്കാണ് അധികാരം കിട്ടേണ്ടത്. പക്ഷെ അലി അത് തട്ടിയെടുത്തതാണ്. ഫലൗ അമർതനി അർസൽതു ലക ജൈശൻ യഅ്തൂന ഇലൈക ബിറഅസി അലിയിൻ, നീ അനുവദിക്കുകയാണെങ്കിൽ ഞാനൊരു സൈന്യത്തെ അയച്ചിട്ട് അലിയുടെ തല അറുത്ത് നിന്റെ മുമ്പിൽ കൊണ്ടു നോക്കാൻ പറയാം. മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ ഇടയിൽ തല തിരികെ കയറ്റിക്കൊണ്ട് ഫിത്ന ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ചില പൊളിറ്റിക്സ് ലീഡർമാരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇടയിലേക്ക് തിരികെ വരും, എന്നിട്ട് പറയും ഭിന്നത ഞങ്ങൾ പരിഹരിക്കാന്ന് പറഞ്ഞാൽ വരുന്നത്. നേതൃത്വ പദവിയും പലതും കൊടുത്തുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭിന്നതയുടെ ആഴം കൂട്ടുന്ന ആളുകളാണ്. അവിടെ മുആവിയ റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടി, ആ മറുപടിയാണ് ഇന്നത്തെ നേതാക്കന്മാർക്കും നമ്മൾ കൊടുക്കേണ്ട മറുപടി. അദ്ദേഹം പറഞ്ഞു, അഖാനി തശാജറ ഫമാ ബാലുക തദ്ഖുലു ബൈനഹുമാ. രണ്ട് സഹോദരന്മാർക്കിടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെയും ഭിന്നതയുടെയും ഇടയിലേക്ക് കടന്നു വരാൻ നീ ആരാണ്? നിനക്കെന്താ അധികാരം? ഇല്ലം തഖ്റസ് അർസൽതു ഇലൈക ബിജൈശിൻ അവ്വലുഹു ഇൻദക വആഖിറുഹു ഇൻദി. വല്ലാതെ കളിക്കണ്ട. കളിച്ചാൽ ഞാനൊരു സൈന്യത്തെ ഹിർക്കലിന്റെ അടുക്കിലേക്ക് എടുക്കും. അതിന്റെ തല നിന്റെ അടുത്തും അതിന്റെ വാൽ എൻ്റെ അടുത്തായിരിക്കും. ഞാൻ അവരോട് പറഞ്ഞാൽ അലിയുടെ മുമ്പിലേക്ക് നിന്റെ തല കൊണ്ടുപോയി വെക്കും. മുഅ്മിനിന്റെ നിലപാടാണത്. നമ്മളെ ഭിന്നിപ്പിക്കാൻ ആര് വന്നാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ നമ്മളുടെ ഭിന്നതയ്ക്ക് ആഴം കൂട്ടാൻ ആര് വന്നാലും അവരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി പറയേണ്ട വർത്താനം ഇതാണ്. അത് പറയാതെ അവർ കൊടുക്കുന്ന അധികാരത്തിന്റെ കഷ്ണവും കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ആർജവമുള്ള ഒരു മുഅ്മിന് ചേർന്ന പണിയല്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമുക്ക് യോജിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ പരമാവധി യോജിച്ച് പ്രവർത്തിക്കുക. ഭിന്നതയുള്ള കാര്യങ്ങൾ അവിടെ അങ്ങനെ നിൽക്കട്ടെ. യോജിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. മിനിമം നമ്മൾ മുസ്ലിമീങ്ങൾ ആണെന്ന് ആ നിർവചനത്തിൽ ഒതുങ്ങണം. മിനിമം മുസ്ലിമിൻ്റെ നിർവചനം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ 5563 നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നിർവഹിക്കുന്ന ആൾക്കാർ,
അതേപോലെ നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, നമ്മൾ അറുത്താൽ ഭക്ഷിക്കുന്ന ആളുകൾ, അവരെല്ലാം ആരാ? മുസ്ലിമാണ്. അവരെല്ലാം മുസ്ലിങ്ങളാണ്. ആദർശപരമായ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുന്നവനെ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. ഐക്യപ്പെടാൻ കഴിയുന്ന മേഖലകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ പറയുന്ന ആയത്ത് അഹ്ലി കിതാബികളോടാണ് പറയുന്നത്. ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും പറയുന്ന ആയത്താണിത്. അത് ഇന്ന് മുസ്ലിങ്ങളോട് പറയേണ്ട അവസ്ഥ ഉണ്ടായി. അള്ളാഹു പറയുന്നു, ഖുൽ യാ അഹ്ലൽ കിതാബി, പറയൂ അല്ലയോ അഹ്ലി കിതാബികളെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നമുക്കും നിങ്ങൾക്കുമിടയിൽ സമവാക്യമുള്ള ആ വാചകത്തിലേക്ക് വരിക. ഭിന്നതയൊക്കെ ഉണ്ടാകും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്കും നിങ്ങൾക്കുമിടയിൽ സമവാക്യമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ. അതിൽ തർക്കം ആർക്കിടയിലില്ലല്ലോ. ഒരു മുസ്ലിമിന്റെ ഇടയിലും അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിനെതിരില്ല. പിന്നെ ചില ആളുകൾ ചിലതും തേടിക്കൊണ്ടു പോകുന്നു. ആ തേടിക്കൊണ്ടു പോകുന്നവർ അതിൽ നിന്നും പിന്മാറി അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ, വലാ നുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ ഒരു ശിർക്കും ചെയ്യാതിരിക്കുക. വലാ യത്തഖിദു ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാ, ചിലരെ അള്ളാഹ്ക്ക് പുറമെ റബ്ബുകളാക്കി മാറ്റുന്ന സ്വഭാവമുണ്ട്, മുദബ്ബിറുകളാക്കി മാറ്റുന്ന സ്വഭാവമുണ്ട്, അതേപോലെ തന്നെ ഇലാഹാക്കി മാറ്റുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിടയിൽ സമവാക്യമുള്ളൊരു കാര്യമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ നമുക്കിടയിലുള്ള ഭിന്നതകൾ നമുക്കൊരു പരിധി വരെ പരിഹരിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.